ചേട്ടാ ഡോണ്ട് വേണ്ടി ആശാൻ ഇപ്പൊ ഇന്നെത്തും. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കാതിക പശ്ചാത്തലവും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ്, ദയവ് ചെയ്ത് അവരെ ഉണർത്തരുത്. മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. അടിച്ചു തലിക്കാതിരിക്കാനും ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന് പുറകിലുള്ള കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണ്. നീക്ക് വിചാരിക്കുന്ന ഒന്നുമല്ല. ജാതി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നല്ലോ. നീയൊക്കെ ഉദ്ദേശിക്കുന്നവരൊന്നുമല്ല, അവർക്ക് ശമ്പളം കൊടുക്കാനാണ്. മറ്റൊരു അറിയിപ്പുണ്ട്. പുറത്ത് കെട്ടിയിരിക്കുന്ന ആന അല്പം കുകൃതിയാണ്. അത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ വൃത്തികെട്ടവന്മാരെ, എടാ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു കഴിഞ്ഞാൽ ആ ആന ഉപദ്രവിക്കണമെന്നാ പറയുമെന്ന്. അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം റെഡിയാക്കുക, നമുക്ക് പരിപാടി തുടങ്ങാനല്ലേ. ആലോചിച്ച് നോക്കിയിട്ട് ആ പരിപാടി ഇവിടെ ബുക്ക് ചെയ്തായി. എന്റെ പൊന്നു ചേട്ടൻ മായിച്ചൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ ആലോചന പറയാമായിരുന്നു. അത്രേ ഉള്ളോ? സോറി. മനസ്സാക്ഷിയില്ലാതെ വീഴ്ചയാണ് വീഴണേ. തൊഴണായിരുന്നു, നന്നാവില്ല. പ്രിയ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഗുരുഭവന്മാരെ, കഥാപ്രസംഗ പരിപാടികൾ അതിനു മുൻപായി 5 നിമിഷം ഇടവേള. നമുക്ക് കാതികം വന്നുണ്ടല്ലോ, വന്ന് ഊണ് റെഡിയായിട്ടുണ്ട്, വന്ന് കഴിച്ചിട്ട് പോകണം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അഭിമന്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പച്ചാള രമണന്റെ സംഘത്തിന്റെയും 1000+1000 10,000 അഭിവാദ്യങ്ങൾ. ദുർഗേ വന ദുർഗേ, ദുർഗേ വന ദുർഗേ, ദുർഗേ 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 കാത്തിരേണം, ദുർഗേ കാത്തിരേണം, ദുർഗേ കമ്മിറ്റിക്കാർ കെട്ടിയിടാതെ കാത്തിരേണം, ദുർഗേ കട്ടൻ കാത്തിരേണം, ദുർഗേ 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 ദുർഗേ. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, ഇതിനിടയ്ക്ക് കയറി മാന്താൻ വരുന്നത്. ഞാൻ കഥ പറയും, നിങ്ങൾ കുട്ടികളും കഥ ആരംഭിക്കുകയാണ്. എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതിനു മുൻപ് കഥയെപ്പറ്റിയും കഥാപ്രസംഗത്തെ പറ്റിയും ഒരു വാക്ക്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന എന്റെ ഏറ്റവും പുതിയ കഥ, എന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ കഥ, പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിയാക്ഷൻസിന്റെ എന്ത് ഇന്നലെ കഥ കഴിഞ്ഞ് ഞാനത് വീട്ടിൽ പോയല്ലോ. നാശന എവിടെയായിരുന്നു? കണ്ടില്ലോ. എനിക്ക് കഥാപ്രസംഗത്തിന്റെ കൂടെ തന്നെ കുറച്ച് കച്ചവട പരിപാടികളൊക്കെ ഉണ്ടല്ലേ. ഈ മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, അതൊക്കെ. അപ്പം ഞാൻ കഥ കഴിഞ്ഞ് അതിന്റെ പുറകെ കുറച്ച് നേരം കൂടെ കൂടിയതേ. കഥ ആരംഭിക്കണം. ഈ കഥ നടക്കുന്ന എവിടെയെങ്കിലുമല്ല, തിരുവനന്തപുരം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അഞ്ചുഭാഗത്തായി ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര, അതാണ് കഥയുടെ ആരംഭം. ആ യാത്രയെ കുറിച്ച് പറഞ്ഞ ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ, ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ അപ്പുറത്തേക്ക്, ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവുമില്ല, കേവലം ഒരു ഭാവനത ചിറകു മതി. ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ അപ്പുറത്തേക്ക്, ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവുമില്ല, കേവലം ഒരു ഭാവനത ചിറകു മതി. ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾ അപ്പുറത്തേക്ക്, ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവുമില്ല, കേവലം ഒരു ഭാവനത ചിറകു മതി. ഒരുമിച്ച് നമുക്കൊരു സവാരി
ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും ഒരു സവാരി പോകാം, ഒരുപാട് ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും നീ ഇതെങ്ങടെ പോണത്? എങ്ങോട്ട്? ജർമ്മനിയിലൊന്നല്ല. 20 മിനിറ്റായി നിന്റെ സവാരി തുടങ്ങിയിട്ട്. എന്റെ പൊന്നി ചേട്ടാ, കഥയുടെ പ്രധാന ഭാഗത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടേ? മമ്മൊക്കെ അവിടെ നിൽക്കണേ. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം. സവാരി വേണ്ട. വേണ്ട. കഥ സവാരി നോക്കി നമ്മളാ ഗ്രാമത്തിൽ എത്തിയാട്ടാ. ഓക്കെ, ആ ഗ്രാമത്തിന്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. വളരെ മനോഹരമായ പല കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താണെന്നല്ലേ, അത് അവിടെ നോക്കോ. കഥ പറയണ്ട. എവിടെയെങ്കിലും നോക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇന്ന് ഈ കഥ നടക്കുന്നത് എവിടെയാണെന്ന്, കോയമ്പത്തൂരാണോന്ന് അല്ലെങ്കിൽ കോലഞ്ചേരിയിലാണോന്ന്. പക്ഷെ ഇവിടെ എങ്ങുമല്ല. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം അതിരാവിലെ തന്നെ പൊട്ടി പണ്ടാരമട. പെട്ടെന്ന് ചെറ്റപ്പള്ളിയുടെ മുന്നിൽ നിന്നും ആ വാതിൽ മെല്ലെ തുറന്നു. അതിൽ നിന്നും ആരോഗ്യത്തിലുള്ള യാത്രനും ഗോത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനാണ് നമ്മുടെ കഥാനായകൻ ദൃഷ്ടി. സുപ്രൻ. ഈ സുപ്രൻ ചുറ്റും നോക്കി, ആരുമില്ല. അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ കയ്യിൽ തിരിയിരിക്കുന്ന ഓടക്കൊള്ളിലെടുത്ത് അതിൽ മനോഹരമായി തണല് വായിക്കാൻ തുടങ്ങി. ക്ഷമിക്കണം, ഓടക്കൊള്ളിലെടുത്തിട്ട് വീണ വായിക്കാൻ തുടങ്ങി. ഓടക്കൊള്ളെടുത്ത് ഗിറ്റാർ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല. മൈന ചമ്മിപ്പോയി. മൈന ചമ്മിപ്പോയി. ചമ്മലേറ്റ് വാങ്ങിയ മൈന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാനാവാതെ സുപ്രനെ തെറി വിളിച്ചുകൊണ്ട് അകലേക്ക് പറന്നകന്നു. ഇത് കാക്കയുടെ മൂത്താണ് കാക്കയാണ്. ഓഹോ, അവിടെ നിന്നും ആരോരാണ് ഓടി വരുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി. അടിമാലി ശാന്തയാണോ? അല്ല. തമ്മനം മേരിയാണോ? ഇവരാരുമല്ല, നമ്മുടെ കഥാനായികയാണത്. അമ്മിണി ഓടി വരികയാണ്. ഓടി വന്ന അമ്മിണി ഒരു കല്ലിൽ തട്ടി അലച്ചു തട്ടി പടക്കോന്ന് പറഞ്ഞ അവിടെ വീണ്ടും. സുപ്രൻ ഓടിച്ചെന്ന് ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് എന്നാ പറ്റിയത്? ഇല്ല, കാലൊടിഞ്ഞു കാണും. ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നിയ എന്റെ കയ്യിലുള്ള ഈ കളരി മമ്മാളി തൈലം ഒരൽപ്പം എടുത്ത് കയ്യിൽ പുരട്ടിയതിന് ശേഷം ആ ഒട്ടിപ്പ് ചതവുകളുള്ള ഭാഗത്തേക്ക് മെല്ലെ തേച്ച് പിടിപ്പിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വേദനയും ആ ഒട്ടിപ്പുകളും ആ ചതവുകളും എല്ലാം മാറിപ്പോകുന്നതായിരിക്കും. ഇതിന് ചെറിയ ബോട്ടിന് വില 5 രൂപ, വലിയ ബോട്ടിന് വില 10 രൂപ. വലിയ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓ ശരിയാണ്. അതിന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, ആലപ്പുഴ, മണിപ്പള്ളി. ഇത് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, ആലപ്പുഴ, മണിപ്പള്ളി. പെട്ടെന്നൊരു ശബ്ദം. അതാണ് ആ മരുഭൂമിയുടെ അകലിൽ നിന്നും ആരോ ഒരാൾ സൈക്കിളിൽ ഇങ്ങോട്ട് വരികയാണ്. ആരാണത്? വിനോദയാണോ? അല്ല, ആരുമല്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി അതൊരറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, അൽഖുത്ത് രാജുമാൻ. അറബി വന്ന വഴി തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി.
എന്റെ കയ്യിലുള്ള അറബി പാൽ കയമാണ്. അറേബ്യയിൽ നവോത്ഥാന എന്ന മരത്തിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേകതരം കറയാണ് ഈ അറേബ്യൻ പാൽ കയം. ഇതൊരു തുള്ളി ഒരരമണി തൂക്കമെടുത്ത വെള്ളത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ വയറിനുള്ള വയർക്കടി, വയർപ്പുണ്ണ്, വയറുവേദന ഇതൊക്കെ മാറും. ഇതിന് ചെറിയ ഡപ്പയുടെ വില 5 രൂപ, വലിയ ഡപ്പയുടെ വില 10 രൂപ. വലിയ ഡപ്പ വാങ്ങുന്നതായിരിക്കും. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. അങ്ങനെ അറബിയോട് ടൈംസും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രൻ മമ്മിനെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും ഘോരമായ ഒരു വിളി. ആരടാ അവിടെ? മറ്റാരുമല്ലാതെ അമ്മിണിയുടെ അമ്മാവൻ ബീജക്കുട്ടൻ. ബീജക്കുട്ടനെ കണ്ട മാത്രയിൽ തന്നെ സുപ്രനും അമ്മിണിയും അതാ മുന്നോട്ട് ഓടുകയാണ്. അങ്ങനെ എങ്ങനെ അവർ ഓടി ഓടി വഴി അറിയാതെ ഒഴുകുകയാണ്. വഴി അറിയാതെ ഒഴുകുകയാണ്. വഴി അറിയാതെ ഒഴുകുകയാണ്. ആശാനെ ഇങ്ങോട്ട് നോക്ക്, അങ്ങനെയല്ല, വഴി അറിയാതെ ഒഴുകുകയാണ്. അതറിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഓടി മുന്നോട്ട് ഓടി ഓടി ഒരു 4 കോടിയും മുക്കാവലയിൽ അവർ വന്നെത്തിയിരുന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് ഒരു വഴി, ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ കയ്യിലുള്ള ഈ ബുക്ക് വാങ്ങുക. സഞ്ചാര സഹായം. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന്റെ വില 5 രൂപ, വലിയ ബുക്കിന് 10 രൂപ. ശരിയും ഇത് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. നമ്മുടെ കഥാനായി അമ്മിണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലാണ്. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്റെ കയ്യിലുള്ള ഈ പ്രത്യേകതരം കുങ്കുമപ്പൊടി കയ്യിൽ വാരിയെടുത്ത സ്വല്പം വെള്ളം ചാലിച്ചുകൊണ്ട് ഇങ്ങനെ മുഖത്ത് തേച്ചു പിടിക്കുക. ഇങ്ങോട്ട് കാണിക്കൂ. എന്നിട്ട് കുറച്ചു നേരം വീട്ടിലിരുന്നാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പൊ ചിലർക്ക് മുട്ടിക്കൊഴിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ എന്റെ കയ്യിലുള്ള ഈ പൊടി ഒരല്പം എടുത്ത് തല വഴി തേച്ചു പിടിപ്പിക്കും. ഇതേപോലെ ആയിത്തീരും. അപ്പോൾ മുഖ സൗന്ദര്യവും വർദ്ധിക്കും, മുടി കൊഴിച്ചിലും നിൽക്കും. ശരിക്കും ഈ പൊടിക്ക് വില 5 രൂപയാണ്. ഈ പൊടിക്ക് വില 10 രൂപ. ഏറ്റവും നല്ലത് ഈ പൊടി വാങ്ങുന്നതായിരിക്കും. ആശാനെ കളർ മാറി. ശരിക്കും ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. നാളെ കോഴിക്കോട്, അടിമാലിയേകമായ ആലപ്പുഴ മൊഴിപ്പള്ളി. നാളെ കോഴിക്കോട്, മൊഴിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, എന്ത് പണിയാണോ താൻ കാണിച്ചത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വെടിവെച്ച് കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അല്ലേ, എന്തിനു വെടിവെച്ച് വന്നത്? എന്തിനാ കൊന്നതെന്നോ? ഇവനെ ഇന്നിപ്പോ ഞാൻ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, ഞങ്ങളുടെ പള്ളി പെരുന്നാളിന് ഇവന്റെ പരിപാടി ഞാൻ ബുക്ക് ചെയ്തിരിക്കുക. നാട്ടുകാരെല്ലാം കൂടി എന്നെ വെടിവെച്ച് കൊല്ലും. അതിലൂടെ ഇവനെ ഞാൻ കൊല്ലുന്നതല്ല നല്ലത്. കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, മൊഴിപ്പള്ളി. ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.